നമസ്കാരം. ഉദയ മലയാളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. റായ്ബറേലി നിലനിർത്തിയ രാഹുൽ ഗാന്ധി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രിയങ്കയുടെ ആദ്യ മത്സരം. വയനാടിനോട് വൈകാരിക ബന്ധമെന്നും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും രാഹുൽ. Stood with me. The people of Wayanad gave me love and affection. Every single person, regardless of party, they gave me support, love and affection. They gave me energy to fight in a very difficult time. UDF വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന CPI നേതാവ് ആനി രാജ. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും. സ്ഥാനാർത്ഥിത്വം വ്യക്തിപരമായ തീരുമാനമല്ല. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ധാരാളം സമയമുണ്ടെന്നും ആനി രാജ. RSS മേധാവിയുടെ വിമർശനത്തിന് പിന്നാലെ മണിപ്പൂർ വംശീയ സംഘർഷത്തിൽ സമാധാന ചർച്ച നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കുക്കി, മെയ്തി വിഭാഗങ്ങളുമായി ആഭ്യന്തര വകുപ്പ് ചർച്ച നടത്തും. എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധം. മണിപ്പൂരിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും അമിത് ഷാ. ലോക്സഭാ പ്രോം ടൈം സ്പീക്കറായി മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്. ജൂൺ 24-ന് സത്യപ്രതിജ്ഞ. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ സ്പീക്കറുടെ ചുമതലകൾ വഹിക്കും. MP-മാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ അധ്യക്ഷതയിൽ നടത്തും. ദേവസ്വം SC/ST പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഇന്ന് രാജിവെക്കും. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രിക്കും MLA സ്ഥാനത്ത് നിന്നുള്ള രാജി സ്പീക്കർക്കും നൽകും. സ്ഥാനമൊഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിനെ തുടർന്ന്. വൃക്ക രോഗികളെ ബുദ്ധിമുട്ടിലാക്കി മരുന്നിന്റെ ലഭ്യത കുറവ്. പ്രതിസന്ധി. പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നവർക്ക് ആവശ്യമായ ഫ്ലൂയിഡ് ലഭിക്കാത്തത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടത്തിയിരുന്ന ഫ്ലൂയിഡ് വിതരണം നിലച്ചത് തിരിച്ചടിയായി. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് രോഗികൾ. ജനതാദൾ S നിർണായക യോഗം ഇന്ന്. പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. തീരുമാനം CPM കർശന നിലപാട് സ്വീകരിച്ചതോടെ. ഇന്ത്യ-US ബഹിരാകാശ പങ്കാളിത്തത്തിൽ നാഴികക്കല്ല്. ISRO ബഹിരാകാശ യാത്രികർക്ക് നാസ പരിശീലനം നൽകും. പരിശീലനം നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ. നാസയും ISROയും കൈകോർക്കുന്നത് ഇതാദ്യം. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLA-യുടെ റിവിഷൻ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ നൽകിയ ഹർജി. അന്വേഷണ ആവശ്യം തള്ളിയ കോടതി നടപടി തെറ്റാണെന്ന് ഹർജിയിൽ. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് G. ഗിരീഷ് ബാബു നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പോലീസ് ഇന്ന് ഹാജരാക്കിയേക്കും. വയനാട്ടുകാർക്ക് തലവേദനയായി മുട്ടിക്കൊമ്പൻ. വടക്കനാട്, കരിപ്പൂര്, വള്ളുവാടി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷം. കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. പശ്ചിമ ബംഗാളിലെ ട്രെയിൻ അപകടം. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച മമതാ ബാനർജി. കേന്ദ്രം വന്ദേ ഭാരതിന്റെ പ്രചരണം മാത്രമാണ് നടത്തുന്നത് എന്നും ഇന്ത്യൻ റെയിൽവേ കൈയൊഴിഞ്ഞെന്നും മമത. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ അവഗണനകളും റെയിൽവേ നേരിടുന്നു. മോദി സർക്കാർ റെയിൽവേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും വിമർശനം. പാഠപുസ്തകങ്ങളിൽ ഭാരതമെന്നും ഇന്ത്യയെന്നും ഉപയോഗിക്കുമെന്ന് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി.
NCERT ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടന, ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദമെന്നും സക്ലാനി. എയർ ഇന്ത്യ വിമാനത്തിൽ വിളമ്പിയ ഭക്ഷണത്തിൽ രക്തം കണ്ടെത്തി. സംഭവം ജൂൺ 9-ന് ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ റൂട്ടിൽ സർവീസ് നടത്തിയ വിമാനത്തിൽ. ദുരനുഭവം എക്സിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തകൻ മാത്യു റെസ്പോൾ കേറ്ററിംഗ് കമ്പനിയുടെ വീഴ്ചയാണെന്ന വിശദീകരണവുമായി എയർ ഇന്ത്യ. പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷ പദവിയിലേക്ക്. അന്താരാഷ്ട്ര ബന്ധം ശക്തമാക്കിയ കോസ്റ്റ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നും പിന്തുണ തേടുന്നതായും റിപ്പോർട്ട്. ഉത്തര കൊറിയയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കഴിഞ്ഞ 70 വർഷമായി യുക്രൈനുമായി വളരെ മികച്ച ബന്ധമാണ് ഉള്ളത് എന്നും പുടിൻ. പ്രതികരണം 24 വർഷത്തിനിടെ ആദ്യമായി ഉത്തര കൊറിയ സന്ദർശിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ. അമേരിക്കയിൽ ബൈ നൗ പേ ലേറ്റർ സംവിധാനം അവസാനിപ്പിക്കുന്നതായി ആപ്പിൾ. തീരുമാനം കമ്പനിയുടെ പുതിയ ലോൺ പദ്ധതിയുടെ ഭാഗമായി കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ സംവിധാനമുണ്ടാകും. നിലവിൽ BNPL പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വാലറ്റ് പേ വഴി തുടരാമെന്നും ആപ്പിൾ. ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര തിരിച്ചെത്തുന്നു. ഇന്ന് പാവോ നൂർമെ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ ഇറങ്ങും. മത്സരം രാത്രി 9:45-ന്. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി ഫോം വീണ്ടെടുക്കാൻ ഇന്ത്യൻ താരം.